നമ്മൾ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ മാജിക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കീപ് വാച്ചിങ്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ പേപ്പർ ടാപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാനൊരു ചെറിയൊരു മൂടി ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ഇട്ടിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൂണിൻ്റെ ഷേപ്പ് നമ്മുടെ ഡ്രോയിങ്ങിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റൗണ്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ പശ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ ജസ്റ്റ് അതിൽ നിന്നിങ്ങനെ ഒട്ടിച്ചിതാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നോർമൽ ഡ്രോയിങ് സ്കെച്ച് ബുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ പേപ്പർ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ അങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് അതിൻ്റെ പശ കുറച്ചൊന്ന് പോക്കിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുന്നത്. എന്നതിന് ശേഷം നമുക്ക് 4 സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ചിൽഡ്രൻസ് ഡേക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷനിൽ ആണ് നമ്മൾ ഇന്നത്തെ ഡ്രോയിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ നല്ല വയലറ്റ് കളറ് ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ചിട്ടൊക്കെ ഒന്ന് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് എടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ലൈറ്റ് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ആ ഒരു മൂണിൻ്റെ ഷേപ്പ് വരിക. പിന്നെ അതിനുശേഷം ഞാനൊരു സ്യാൻ കളർ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് നമ്മുടെ നല്ലൊരു ഗ്രീൻ കളറ്, ഡാർക്കായിട്ടുള്ളൊരു ഗ്രീൻ കളറുമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് അല്ല, ഒരു തത്തമ്മ പച്ച എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു കളറ് ഗ്രീനാണ് ഞാൻ ലാസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് പോർഷനിൽ കുറച്ച് ഞാൻ അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ കോട്ടണോ അല്ലെങ്കിൽ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും സ്പോഞ്ചോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അത്യാവശ്യം നല്ലൊരു പ്രഷറിൽ തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഡാർക്ക് കളറിനാണ് നമ്മൾ ലൈറ്റ് കളറിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് ഓരോ സൈഡും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഓരോ കളറ് മാത്രമായിട്ട് ഓരോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കളറ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി ഡാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ കളർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല കളറിൽ നമുക്ക് ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വയലറ്റിലും ഞാൻ ഇതുപോലെ കുറച്ചും കൂടെ വയലറ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രെഡായി കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഒരു ഡാർക്ക്നെസ്സും ഒക്കെ കളറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ലാസ്റ്റ് നമുക്ക് മൊത്തമായിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അല്ല കോട്ടണോ വെച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ കളറിന് ഓരോ പ്ലെയിൻ ടിഷ്യൂവിൻ്റെ സൈഡായിട്ട് കൊടുക്കുക. അതായത് ഒരു കളറിന് മുകളിൽ ആ കളർ വെച്ചിട്ട് തന്നെ പിന്നെയും സ്പ്രെഡ് ചെയ്യാതിരിക്കുക. അപ്പം നമ്മൾ വിചാരിച്ച ആ ഒരു തീം നമുക്ക് കിട്ടണം എന്നില്ല. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അടിയിലായിട്ട് ഞാൻ ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഒരു ചിൽഡ്രൻസ് ഡേക്ക് പറ്റിയിട്ടുള്ള ഒരു ഡ്രോയിങ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാനൊരു സൈഡിലൊരു ചെറിയൊരു ട്രീയും പിന്നെ അതിനടുത്ത് കുറച്ച് ചിൽഡ്രൻസ് ഇങ്ങനെ ബലൂൺ വെച്ച് പിടിച്ച് നിൽക്കുന്ന ഒരു പിക്ചറും കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. അത് പെൻസിൽ വെച്ചാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വെച്ച് വരച്ചു കൊടുത്തതാണ്. ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് നമുക്കറിയാം ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ്ങിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ഡാർക്ക് കളർ കിട്ടണമെങ്കിൽ അക്രിലിക് പെയിൻറ് തന്നെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ബ്രഷ് ഒന്നും വെക്കാതെ തന്നെ നല്ല ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ഈ അക്രിലിക് പെയിൻറ്റിൻ്റെ പെന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതുപോലുള്ളൊരു ബ്ലാക്ക് പെന്നാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള പിക്ചേഴ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റിൻ്റെ പെന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതിൽ ഡ്രോയിങ് ഒക്കെ വരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സിമ്പിളായിട്ട് ഈ ഒരു പെന്ന് വെച്ച് നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. പിന്നെ കൂടുതൽ പോർഷൻസൊക്കെ നിങ്ങൾക്ക് കളർ ഫിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ അക്രലിക് പെയിൻറ്റിൻ്റെ ബ്രഷും യൂസ് ചെയ്തിട്ട് അക്രലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് ഇതുപോലുള്ള അക്രലിക് പെയിൻറ്റ് പെന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ
ഇതുപോലെ ഡ്രോയിങ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ട്രീയിലൊക്കെ ഇതുപോലെ കുഞ്ഞു ഇലകൾ ഇതുപോലെ മെല്ലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അക്രിലിക് പെയിൻറ്റിൻ്റെ പെന്ന് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ഒരുപാട് പിക്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ്ങിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഈ പെർമനൻറ്റ് മാർക്കേഴ്സും ഒന്നും യൂസ് ചെയ്ത് സ്കെച്ച് പെന്ന് ഒന്നും യൂസ് ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അത്ര ഒരു കളറ് കിട്ടില്ല ഇതിൻ്റെ മുകളിൽ. പിന്നെ ഒരു മെഴുകിൻ്റെ മുകളിൽ വരയ്ക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കളറ് കിട്ടുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പെന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ പിക്ചേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വരച്ചെടുക്കാൻ പറ്റും. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വേണ്ടവർക്ക് അത് പോയിട്ട് വാങ്ങിക്കുക. അപ്പം സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന അക്രിലിക് പെയിൻറ്റിനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആണ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. എന്നാലും നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പെയിൻറ്റിന് വ്യത്യാസമൊന്നുമില്ല, സെയിം അക്രിലിക് പെയിൻ്റ് ആണ്. പക്ഷെ അത് പെന്ന് രൂപത്തിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുപോലുള്ള പെന്ന് കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സെറാമിക് ബോട്ടിൽസിൻ്റെയും അല്ലെങ്കിൽ കപ്പ് അതല്ലെങ്കിൽ വുഡൻ ഐറ്റംസിലൊക്കെ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകളും ഡ്രോയിങ്ങും ഒക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നോർമലി ഇതുപോലുള്ള അക്രിലിക് പെന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓയിൽ പാസ്റ്റൽ ഡ്രോയിങ്ങിൻ്റെ മുകളിൽ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡ്രോയിങ്ങും ഒക്കെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കിഡിലനായിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചിൽഡ്രൻസ് ഡേക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലെ സ്പെഷ്യൽ ഡ്രോയിങ് ആണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗി തന്നെ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പേരൻസിനൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനും ഒക്കെ കുട്ടികൾക്ക് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറ്റിയിട്ട് നല്ലൊരു കിഡിലൻ സിമ്പിൾ ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് എന്തായാലും അറിയിക്കണം. നമുക്കിവിടെ ഒരു മൂണിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ പേപ്പർ ടാപ്പ് കൊണ്ട് നമ്മൾ റൗണ്ടിൽ ഇവിടെ ഒട്ടിച്ചെടുത്തത് പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് വൈറ്റ് ഓയിൽ പാസ്റ്റൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഫെയ്ഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിവിടെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ ജസ്റ്റ് ഈ ഒരു അക്രിലിക് പെയിൻറ്റ് പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടുതൽ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ കളറും പേപ്പറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇടയ്ക്ക് വന്നൊന്ന് ഏന്തി വെക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ റൗണ്ടിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഈ പേപ്പർ ടേപ്പ് മെല്ലെ പൊളിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ ഇത് പൊളിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മെയിൻ എന്താ വെച്ചാൽ ഇതുപോലൊരു സിമ്പിൾ ഒരു ഡ്രോയിങ് പേപ്പറിൽ ചെയ്യുന്നതായതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ആ ഒരു പേപ്പർ ഒട്ടിപ്പിടിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് തന്നെ അത് പൊളിച്ചെടുക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ ഇതുപോലെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.